ഹായ് ഫ്രണ്ട്സ്, കേരള PSC പരീക്ഷകളിൽ ഈ അടുത്ത കാലത്തായി ചോദ്യങ്ങൾ കൂടി വരുന്നൊരു ഭാഗമാണ് പരിസ്ഥിതി, വന്യജീവി സംരക്ഷണം തുടങ്ങിയ മേഖല. പ്രധാനമായും പുതിയ ചോദ്യങ്ങൾ വരുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പണ്ടെന്നെ ഉണ്ട്. പക്ഷെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ്. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഏപ്രിൽ 15 വരെയുള്ള PSC ബുള്ളറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 20 വരെയുള്ള മുഴുവൻ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിയും. ഇന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ, വന്യജീവികൾ, അടിസ്ഥാന മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പാലങ്ങൾ ഉണ്ടാകും, അതുപോലുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം, സംസ്കാരം, അതുപോലെ തന്നെ ചരിത്രപരമായ കാര്യങ്ങൾ, ചിലതിലേക്ക് 50-ാം വാർഷികം ആഘോഷിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് മുഴുവൻ കാണുക. എന്റെ പേര് രഘുനന്ദനൻ MB. വിൻഡോജുവിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഇതിന്റെ PDF, അതുപോലെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അടുത്ത് തന്നെ ലഭ്യമാകും. PDF ഇപ്പൊ തന്നെ ലഭ്യമാണ്. അതിന് നിങ്ങൾ PSC ഹബിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ആ PSC ഹബിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ രണ്ടും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലിങ്കുകളും, നമ്മുടെ എല്ലാ സൗജന്യ റിസോഴ്സുകളിലേക്കുമുള്ള എല്ലാ ലിങ്കുകളും കിട്ടും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ പാലത്തിന് തുടങ്ങാം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമുക്ക് പാലത്തിന് തുടങ്ങാം. രാമേശ്വരം പാമ്പൻ പാലം ഓർത്തു വെച്ചോളൂ. രാമേശ്വരം പാമ്പൻ പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമാണ്. രാമേശ്വരം പാമ്പൻ പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം. രാമേശ്വരം പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടി ഓർക്കുക. ഗതാഗതത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞാനത് വീണ്ടും പറയുന്നു. കൊച്ചിയിൽ എന്ത് വരികയാണ്? ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചു. കേരളത്തിൽ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിലാണ്. ഓർത്തുവെക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ്. മറ്റൊന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ചു. തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലാണ്. മറ്റൊന്ന് സ്വാറയിൽ ആപ്പ്. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, പക്ഷെ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ സിംഗിൾ വിൻഡോ സൊല്യൂഷനായി സൂപ്പർ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽ. ഇതിന്റെ പേര് സ്വാറെയിൽ ആപ്പ് എന്നാണ്. ഇന്ത്യയിലെ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും എന്ത് ലഭിച്ചു? നവരത്ന പദവി ലഭിച്ചു. ഇനി പുതിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇതില്. നാവിക അടിത്തറകൾ. പുതിയ സബ്മറൈൻ നേവൽ ബേസ് വന്നു. പുതിയ സബ്മറൈൻ നേവൽ ബേസ് വന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. റാംപിള്ളി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ റാംപിള്ളിയിലാണ് പുതിയ സബ്മറൈൻ നേവൽ ബേസ്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ടുള്ളതാണ് INS കപ്പലുകൾ. ആ INS കപ്പലുകളിൽ INS സൂരത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകൾ. അന്തർവാഹിനിയായ INS വാഗ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. അപ്പൊ ഓർക്കുക, INS സൂരത്, INS നീലഗിരി, INS വാഗ്ഷീർ. അതാണ് INS വാഗ്ഷീർ അന്തർവാഹിനിയാണ്. മറ്റു രണ്ടും യുദ്ധക്കപ്പലുകളാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, സ്കൂബ ഡൈവിംഗ് സംഘം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരളത്തിൽ നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏതാണത്? കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ്. എന്താണ് ഇതിന്റെ പേര്? ഗാനറ്റ്സ്. ഗാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഭാഗമായിട്ട്. ബോംഗോ സാഗർ. ബോംഗോ എന്ന് പറഞ്ഞാൽ ബംഗാൾ. ബംഗാൾ കടലാണ്, സാഗർ കടലാണ്. ബംഗാൾ ഉൾക്കടലിൽ നടന്ന എന്താണ് ഈ ബോംഗോ സാഗർ? 2025 ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോംഗോ സാഗർ എന്ന് പറയുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം. ഇത് കുറച്ച് ചോദ്യങ്ങളാവാം. എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽ പാലം എവിടെയാണ്? എല്ലാവരും എഴുതിയല്ലോ അല്ലെ? രാമേശ്വരം പാമ്പൻ പാലം. രാമേശ്വരം പാമ്പൻ പാലം രാജ്യത്തിന് സമർപ്പിച്ച തീയതി 2025 ഏപ്രിൽ 6.
മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ്. കേട്ടോ, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അവിടെയാണ് കൊച്ചിയാണ്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാ? രണ്ടാമത്തെ പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത്. തൃപ്രങ്കോട്. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം, വെരി ഇമ്പോർട്ടന്റ്, ഗാനറ്റ്സ്. ഇതേത് വിഭാഗത്തിൻ്റെതാണ്? കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം, രാജ്യത്ത് തന്നെ ആദ്യത്തെ ഗാനറ്റ് കേരളത്തിലാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെതാണ്. ഇനി ഇന്നത്തെ ഹോട്ട് ടോപ്പിക് പരിസ്ഥിതിയും വന്യജീവി സംരക്ഷണം. അതിൽ ഓർക്കേണ്ടത് മാധവ് ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ് മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചു. അപ്പൊ മാധവ് ദേശീയോദ്യാനം ഏത് മൃഗവുമായി ബന്ധപ്പെട്ടതാണ്? കടുവ. എവിടെയാണ്? മധ്യപ്രദേശ്. 58ാമത് കടുവ സംരക്ഷിത മേഖലയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വന്നു. അതും മധ്യപ്രദേശിലാണ്, രേവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രമാണ് മധ്യപ്രദേശിലെ രേവയിൽ നിലവിൽ വന്ന വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ നിന്നാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംരംഭമാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ട്രീ ആധാർ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ജമ്മു കാശ്മീരിൽ തുടങ്ങി വെച്ച ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനുള്ള പദ്ധതിയാണ് ട്രീ ആധാർ. പരിസ്ഥിതി സംബന്ധമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വായു മലിനീകരണം. ഇതൊക്കെ വരാൻ പോകുന്ന തലമുറയിൽ നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ PSC പരീക്ഷകളിൽ ധാരാളം ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നത്. ഈ കഴിഞ്ഞ 3 മാസത്തിനിടെ വന്ന പ്രധാനപ്പെട്ട വാർത്ത, സിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. ഇന്ത്യ പല കാര്യത്തിലും പുരോഗമിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പുരോഗതി ഉണ്ട്, അല്ലെ? വായു മലിനീകരണത്തിൽ മോശമാണ് നമ്മുടെ സ്ഥാനം, 5ാം സ്ഥാനം. ഏതാ? IQ എയറിന്റെ റിപ്പോർട്ട് പ്രകാരം. ഏതൊക്കെയാ നമ്മുടെ മുന്നിലുള്ളത്? ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളെക്കാട്ടിലും മുന്നിലുള്ളവരുണ്ട്. കോങ്കോ എന്നീ 5 രാജ്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങളിൽ. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ. നോക്കുക ഇപ്പൊ നമ്മുടെ രാജ്യത്തെ വായു മലിനീകരണം എത്ര മോശമാണ് എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച ദേശീയോദ്യാനം എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, അല്ലെ? മാധവ് ദേശീയോദ്യാനം നിങ്ങൾക്കതറിയാം, മധ്യപ്രദേശിലാണ്. മാധവ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇനി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? അത് രേവയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച സംരംഭം ഏതാണ്? ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അതേപോലെയാണ് അത് ആരംഭിച്ചത്. IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആണുണ്ടല്ലേ നമുക്കത് പറയാൻ, 5ാമത്. ഇനി വിദ്യാഭ്യാസവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട ചില പ്രധാന വാക്കുകൾ. ചിലത് ഞാൻ റിപ്പീറ്റ് ചെയ്യും, അത് പ്രധാനമുള്ളതും കൊണ്ടാണ്. ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റി. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ്, ഞങ്ങളുടെ നാട്ടിലുമുണ്ട് ഒരു റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ അത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിനെ ദേശീയ സർവകലാശാലയാക്കി. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് അതിന്റെ പുതിയ പേര്. ത്രിഭുവൻ സഹകാരി സർവകലാശാല, രാജ്യത്തെ ആദ്യത്തെ സഹകരണ ദേശീയ സർവകലാശാല, നിലവിൽ വന്നത് ഗുജറാത്തിൽ, പേര് ത്രിഭുവൻ. ഒപ്പം പദ്ധതി ഓർക്കുക, ശ്രീനാരായണ ഗുരു സർവകലാശാലയുടേതാണ്. നേരത്തെ പറഞ്ഞതാണ്, ഭിന്നശേഷികളുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി വീട് നിർമ്മിച്ചു നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ തനതായ പദ്ധതിയാണ് ഒപ്പം തന്നെയാണ്, അല്ലെ? സ്കൂൾ കലോത്സവം മറക്കണ്ടട്ട. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂർ ജില്ലയായിരുന്നു ജേതാക്കൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയായിരുന്നു ജേതാക്കൾ. മറ്റൊരു കാര്യം കൂടി ഓർക്കണം, അഖിലേന്ത്യാ തപാൽ കലാമേള ഇപ്രാവശ്യം നമ്മൾ നന്നായിട്ട് ഓർക്കണം. കാരണം അതിൽ നേട്ടം കൈവരിച്ചത് കേരളമാണ്.
കേരളം ജേതാക്കളായി 37ാമത് അഖിലേന്ത്യാ കലാമേളയിൽ. JC ഡാനിയൽ ചലച്ചിത്ര പുരസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു. 2018 മികച്ച സിനിമ, മികച്ച സംവിധായകൻ അഫൽ സത്യൻ, മികച്ച നടൻ ടോവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ഗായിക ബി അരുന്ധതി. മറന്നുപോകല്ലേ. അതുപോലെ തന്നെ കേരള ഫിലിം ക്രിറ്റിക് അവാർഡ് കൂടി ഒന്നുകൂടി കടന്നു പോകാം. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായകൻ ഇന്ദുലക്ഷ്മി അപ്പുറം, നമ്മൾ വിശദമായി പറഞ്ഞതാ മുന്നത്തെ ക്ലാസ്സിൽ. മികച്ച നടൻ ടൊവിനോ തോമസ്, അജയന്റെ രണ്ടാം മോഷണം, അന്വേഷിപ്പിൻ കണ്ടെത്തും. മികച്ച നടി പങ്കിട്ടത് നസ്രിയ നസീം, സൂക്ഷ്മദർശിനി, റിമ കല്ലിങ്കൽ, തിയേറ്റർ, മിത്ത് ഓഫ് റിയാലിറ്റി. ചലച്ചിത്രരത്നം ജീവിതകാല പുരസ്കാരം വിജയകൃഷ്ണൻ, ജഗദീഷിനുമുണ്ട് റൂബി ജൂബിലി പുരസ്കാരം. മുന്നേ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. ചരിത്ര സംബന്ധമായ മറ്റു ചില കാര്യങ്ങളിൽ കൂടി പോണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച 1925 മാർച്ച് 12 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധി കേരളത്തിലെത്തുന്നത്. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികമാണ് 1925. 1925 മാർച്ച് 12 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ രണ്ട് മഹാത്മാക്കൾ കണ്ടുമുട്ടുകയാണ്. ആരൊക്കെയാണത്? മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരു. മാർച്ച് 12 അത് കണ്ടുമുട്ടിയതെന്ന 1900 മാർച്ച് 12, 25 മാർച്ച് 12. ഇന്ന് ഏതാ വർഷം? 2025. അപ്പൊ 100ാം വാർഷികം. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനം മാറ്റിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനം സ്ഥലം മാറ്റിയിട്ടില്ല, പേരാ മാറ്റിയത് വിജയഭൂമി എന്നാക്കി. പണ്ട് ഫോർട്ട് വില്യം എന്നായിരുന്നു പേര്. കരസേനയുടെ കിഴക്കൻ ആസ്ഥാനം ഫോർട്ട് വില്യം എന്നായിരുന്നു പഴയ പേര്, ഇപ്പൊ അത് വിജയഭൂമി എന്നാക്കി മാറ്റി. ഫെലോഷിപ്പുകളിൽ മേരി ക്യൂറി ഫെലോഷിപ്പ്, ആ മേരി ക്യൂറി ഫെലോഷിപ്പ് കേരളത്തിലെത്തി. കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് 1.3 കോടി രൂപയുടെ ലോക പ്രശസ്തമായ മേരി ക്യൂറി ഫെലോഷിപ്പ് കേരളത്തിൽ കോഴിക്കോടെത്തി. കോഴിക്കോടുകാർ എത്ര പേരുണ്ട് ഇത് കാണുന്നവര്? അറിഞ്ഞിട്ടുണ്ടോ? കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപാണ്. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പാണ്. ഓക്കെ, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല എവിടെയാണ് നിലവിൽ വന്നത്? ഗുജറാത്തിൽ. ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയുടെ പേരെന്താണ്? ത്രിഭുവൻ സഹകാരി സർവകലാശാല. 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിന്, JC ഡാനിയൽ അല്ല, JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2025 മാർച്ച് 12. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയുടെ പേര് ഒപ്പം. ഓക്കെ, പാർട്ട് 3 കഴിഞ്ഞു. പാർട്ട് 4 നമ്മുടെ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ഏപ്രിൽ 20ാം തീയതി വരെയുള്ള ഏകദേശം 4 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ 1/3 ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോ അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും നല്ല ആശംസകൾ. PSC ഹബ്ബ് ഡൗൺ ചെയ്യാൻ മറക്കണ്ട. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ PDF അതുപോലെ ദിവസം പ്രതിയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അടുത്ത് തന്നെ ലഭിച്ചു. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്.